പിറന്നാളാണ്. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും. നാളെ സദ്യയാണല്ലോ. നാളെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോ. ഞങ്ങളിപ്പോ കുറെ ഇടവിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എത്രത്തോളം വ്യൂവേഴ്സ് എത്രത്തോളം കാണുമെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്നിരുന്നാലും നമ്മളെ എന്താ പറയാ, ഞാനിപ്പോ ഉണ്ടാക്കുന്നത് പുളിഞ്ചിക്കറിയാണ്. അപ്പോൾ പുളിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. അപ്പോൾ തുടർന്ന് അത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് തുടർന്ന് വെടിവിടുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നും പറ്റാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ എൻ്റെ പുളിഞ്ചിക്കറി ഞാൻ കാണിച്ചു തരാം. കൊത്താമര, കൊത്താമരയും വെള്ളരിക്ക ഞാൻ അരിഞ്ഞ് ഇട്ടുണ്ട്. അല്ല വെള്ളരിക്കല്ല, അല്ല മത്തങ്ങില്ല. മത്തങ്ങ അരിയണ്ട, വെള്ളരിക്ക എടുത്ത വലിയ കാനൊക്കെ എടുക്കണ്ട. 2 വെള്ളരിക്ക എടുക്കണ്ട. അതിലൊരു വെള്ളരിക്ക അരിഞ്ഞിട്ടോ. പിന്നെ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളൂ. കൊത്താമര അല്ലാതെ എടുത്തോ, കഴുകണം, അല്ലാണ്ട് വെക്കാന്. ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളൊക്കെ എനിക്കറിയോ എനിക്കറിയോ ഇതാ. അപ്പൊ ഇവൾക്ക് അതില് വെക്കാൻ അറിയാന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നു. അതായത് ഒറ്റപ്പെടുമ്പോഴാണ് നമ്മളത് ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളത് കഴിയുന്ന രീതിയിൽ രാവിലെ ആദ്യത്തെ പിറന്നാളല്ലേ ഇപ്പൊ ആഘോഷിക്കാന്ന് വിചാരിച്ചു. ആഘോഷിക്കല്ല, ഞങ്ങൾ 3 പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് മൊത്തം പ്രശ്നത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയാ, ഞങ്ങൾ ശരിക്കും പറഞ്ഞ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാ. പക്ഷെ എന്തോ മനസ്സ് സമ്മതിക്കില്ല. രാവിലെ ആദ്യത്തെ പിറന്നാളും. അപ്പൊ അതുകൊണ്ട് കടം പിടിച്ചായാലും നടത്തണം. നമ്മള് ചെറിയൊരു സദ്യ നമ്മൾ ഒരുക്കിയിട്ട് കഴിക്കുമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ കാറിന് ഇലയില് ചോറ് കൊടുത്ത് ആക്കുന്നൊരാഗ്രഹം. അതൊക്കെ കഷ്ടപ്പെട്ടായാലും അത് ചെയ്യാൻ ഞങ്ങള് ഇടയ്ക്ക് ഇറക്കിയപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ഇപ്പൊ ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്താ ഇടയ്ക്ക് വീഡിയോസ് പറ്റാവുന്ന രീതിയിൽ വീഡിയോസ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞല്ലോ. അത് ശരിക്കും പറഞ്ഞ ഓരോ ടെൻഷൻ കാര്യങ്ങളൊക്കെ കാരണം വീഡിയോസ് പറഞ്ഞിട്ടുണ്ടാകാൻ പറ്റാറില്ല. പിന്നെ വെച്ചാ അങ്ങനെ പിന്നെ അച്ഛൻ കുറച്ചാൾ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ പോയി. അതിന്റെ പിറന്നാളായതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ ഒരു സന്തോഷം ശരിക്കും പറയാം. നമ്മുടെ കാറിന്റെ പിറന്നാള് നീ പറഞ്ഞു കുഞ്ഞുമണിക്ക് ഉറക്കല്ല. കുഞ്ഞുമണി എടുക്കാൻ പാടില്ല. വാ പോയി എടുക്കാൻ പാടില്ല. പിറന്നാളുകാരിക്ക് നോക്കല്ല അല്ലേ. കുഞ്ഞുമണിയുടെ ആദ്യത്തെ സദ്യ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുറച്ച് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സമയം ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് 12 മണിക്ക് ഉണ്ണി ഭക്ഷണം കഴിക്കുന്നതാണ്.
അപ്പോൾ ഇപ്പോൾ ഇതാ കൊടുക്കുമ്പോൾ തന്നെ നേരം വൈകി, ഒരു 1:30. അപ്പോൾ ഇതാ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, ബായ്.